നാരായണായ. അരണ്യകണ്ഠം. ആലികേ സുഖകുലമൂലി മാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടൂ മടിയാതി നീലാനീലനികൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജലോചനൻ നാരായണൻ നീലലോഹിതസേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവ് തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായ ഒരു മുക്തിസാധനം രസായനം ഭാരതീ ഗുണന്ത പരമാമൃതമല്ലോ ഭാരത പറയുന്നു കേട്ടു വെങ്കിളിച്ചൊന്നാൾ ഭാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീലാംശുമൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചലമകളോടരുൾ ചെയ്തിടിനാൻ ബാലികെ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ രാമനാം പരമാത്മാവാനന്ദരൂപൻ ആത്മാരാമൻ അദ്വയൻ ഏകൻ അവ്യയൻ അഭിരാമൻ അത്ര താപസം പ്രവരാശ്രമേ മുനിയുമായി എത്രയോ സുഖിച്ചു പാടിയിടിനാൻ ഒരു ദിനം നാരായണ. മഹാരണ്യപ്രവേശം. പ്രത്യുഷശുദ്ധായുധൻ നിത്യകർമ്മവും ചെയ്തു നത്വാദാവസം മഹാപ്രസ്ഥാനം ആരംഭിച്ച പുണ്ടരീകോദ്ഭവേഷ്ടപുത്ര ഞങ്ങൾക്ക് മുനിമണ്ഡല മണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നേ പോവാനായി അനുഗ്രഹിക്കണം. പണ്ഡിത ശ്രേഷ്ഠാകരണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കുട്ടണം. അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ടുതിങ്ങിടും കൗതൂഹലം പൂണ്ടുടൻ അരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ള ദഹോദവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചൊല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മാവിനിതാനും ഒട്ടു പിന്നാലെ ചെന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോട് രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിൻ തിരുവടി കനിഞ്ഞെഴുന്നള്ളിയിടണമന്തിയെ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്ന് കേട്ട് ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നൂതൻ പർണശാല ബുക്ക് ഇരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിൽ ആമാർ മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു രാമൻ ഇന്ന് അതികടപ്പതിനെന്തുപായങ്ങൾ ഉള്ളൂ എന്ന് കേട്ടവർകളും ചൊല്ലിനാർ. എന്തു ദണ്ഡം മന്നവാ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ട് താനും. ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം, എങ്കിലോ തോണി കരയേറിയിടാമെന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോട് നിങ്ങൾ കടന്ന് അങ്ങ് പോകുന്നു ചൊന്നാൻ. ചെന്നുടൻ അത്രിപാദം വന്ദിച്ചു കുമാരന്മാർ ഒന്നൊഴിയാതെ രാമവൃത്താന്തം അറിയിച്ചാർ. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരും അതാ ഘോരമായുള്ള മഹാകാനനം അകം ബുക്കാർ. ജില്ലി ജംകാരനാദം ദണ്ഡിതം മണ്ഡിതം സിംഹവ്യാക്രം ശല്യാതിമൃഗഗണാഗീർണമാധവഹീനം ഘോരരാക്ഷസാകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാതിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ നന്നായി നാല് പുറവും നോക്കിക്കൊള്ളുക, ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാംപരിശകൾ. വില്ലിനെ നന്നായി കുഴിയെ കുലയ്ക്കയും വേണം, നല്ലൊരു ശരമൂരി പിടിച്ചുകൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കേണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ. ഗതഭയം ജീവാത്മാപരമാത്മാക്കൾക്ക് മധ്യസ്ഥയാകും ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ ആ വയ്യൂർ മധ്യം നടന്നിടുക വേണം. സീതാദേവിയും എന്നാൽ ഒരു ഭീതിയും
ഉണ്ടായി വരാം. ഇത്തരം അരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നു ഒരു ശേഷം പിന്നിട്ട ഉടൻ ഒരു യോജന വഴിയപ്പോൾ മുന്നിലാമാറങ്ങൊരു പുഷ്കരണിയും കണ്ടാൻ. കൽഹാരോൽപ്പല കുമതാംബുജാരക്തോൽപ്പലം ഭുല്ലാ പുഷ്പേന്ദീവരശോഭിതം അച്ഛജലം തോയവാനവും ചെയ്ത് വിശ്രാന്തന്മാരായി വൃക്ഷച്ഛായ ഭൂതലെ പുനർകിരുന്നു യഥാസുഖം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. വിരാധവധം. അന്നേരം കാശു കാണായി വന്നിതു വരുന്നത് അത്യുന്നതനായ മഹാസത്വം അത്യുഗ്രാരവം ഉദ്ധൂതവൃക്ഷം കരാളോ ജലദംഷ്ട്രാന്വിത വക്ത്രഗഹുരം ഘോരാകാരമാരുണ്യം നേത്രം വാമാംസസ്ഥലന്യസ്തശൂലാഗ്രത്തിങ്കലുണ്ട് ഭീമാശാർദൂല സിംഹമഹിഷാവരാഹാദി വാരണ മൃഗാവനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞ് ഏറ്റവും തുള്ളി തുള്ളി പച്ചമാംസങ്ങൾ എല്ലാം ഭക്ഷിച്ചുകൊണ്ട് ഉച്ചത്തിൽ അലറി വന്നിടിനാൻ. അതു നേരം ഉദാനം ചെയ്തു ചാപവാണങ്ങൾ കൈക്കൊണ്ടത് ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു. രാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായ ഒരു നിശാചരൻ കൊണ്ട് നമ്മുടെ നേരെ വരുന്നു. ലഘുതരം സന്നാഹത്തോടും ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു. കുമാരാനീ വല്ലഭേ ബാലെ സീതേ പേടിയായി ഗേതും ഗടോ വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവനല്ലോ എന്നരുൾ ചെയ്തു. നിന്നാം ഏതോ ഒന്നിളകാതെ വന്നുടൻ എടുത്തിതു രാക്ഷസപ്രവരനും നിഷ്ഠിരതരം അവനെട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസവും ചെയ്ത് ഇടിവെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്ന് കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകാവേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടമാകന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കൾ ഏറ്റമുള്ളവൻ കട്ടിൽ ഇപ്പോൾ നിൽക്കുന്നത്. അസ്തഭയം ചാപതൂണീര ബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായ ഒരു നാരിയോടും ഉൾക്കരുത്തേറും അതിബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന ഭയം വിനാ ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു ദക്ഷണം അരുൾ ചെയ്താൻ. ഇക്ഷാകുലനാഥൻ മന്ദഹാസാനന്തരം രാമനെന്നെനിക്ക് പേര് എന്നുടെ പത്നിവൾ വാമലോചന സീത ദേവി എന്നല്ലോ നാമം. സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണൻ എന്ന നാമം ഇവനും മത്സോദരൻ ബുക്കിതു വനാന്തരം ജനക നിയോഗത്താൽ രക്ഷോ ജാതികളാകും ഇങ്ങനെ ഉള്ളവരെ ശിക്ഷിച്ചു ജഗത്രേൻ രക്ഷിപ്പാൻ അറിക നീ. ശ്രുത്വാരാഗവാക്യമട്ടഹാസവും ചെയ്തു വക്രവും പിളർന്നൊരു സ്ഥലവും ഭരിച്ചോങ്ങി ക്രുദ്ധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ. ശക്തനാ വിരാധൻ എന്ന് എന്നെ നീ കേട്ടിട്ടില്ലേ? ഇത്ര ലോകത്തിൽ എന്നെ ആരറിയാതെയുള്ളൂ. എത്രയും മൂടൻ ഭവാൻ എന്നിഹ ധരിച്ചേൻ ഞാൻ. മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ. നിങ്ങൾക്ക് ജീവിക്കയിലാശയുണ്ട് ഉള്ളിൽ എങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞ് എങ്ങാനും ഓടിപ്പോവിൻ. അല്ലായിൽ എനിക്കിപ്പോൾ തിങ്ങിടും വിശപ്പടക്കിടുവേൻ. ഭവാൻമാരാൽ ഇത്തരം പറഞ്ഞ് അവൻ മൈഥിലി തന്നെ നോക്കി. സത്വരം അടുത്ത് അത് കണ്ട് രാഘവൻ അപ്പോൾ വത്രികൾ കൊണ്ട് തന്നെ ഹസ്തങ്ങളറുത്ത് അപ്പോൾ ക്രുദ്ധിച്ചു
രാമം പ്രതിവക്രവും വിളർന്ന് അതിസത്വരം നക്തഞ്ചരങ്ങെടുത്താൻ അതു നേരം അസ്ത്രങ്ങൾ കൊണ്ട് ഖണ്ഡിച്ചിടിനാൽ പാദങ്ങളും. ബദ്ധരോഷത്തോട് അവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാൻ എയ്തു രാമൻ. രക്തവും പരന്നിതു ഭൂമിയിൽ. അത് കണ്ട് ചിത്തകൗതുകത്തോട് പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനാർ. അപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു. ദേവദുന്ദവികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായ ഒരു ധന്യരൂപനെ കാണായി വന്നിത്. ആകാശമാർഗേ സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭകാന്ത്യം സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തിഹാരിണം ഗണാകരം രാഗേന്ദുമുഖം ഭവഞ്ജനം ഭയാകരം ഇന്ദിരാരമണം ഇന്ദീവരദളശ്യാമം ഇന്ദ്രാദിവൃന്ദാരിക വൃന്ദവന്ദിത പദം സുന്ദരം സുകുമാരം സുഹൃതി ജനമനോമന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ചു. ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ട് അവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തിയെ കമലാപതേ ധരാപതേ ദുർവാസാവായ മുനിതന്നുടെ ശാപത്തിനാൽ ഗർഭിതനായ ഒരു രാത്രിഞ്ചരൻ ആയനല്ലോ നിൻ തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ട് ശാപ ബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ. സന്തതം ഇനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ. മാനസത്തിനു ഭക്ത്യവാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യാകണം. പാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകണം. ശ്രോത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകണം. നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാകണം. ഉത്തമാങ്കേന നമസ്കരിക്കായി വന്നിടേണം. ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതി ജ്ഞാനമൂർത്തി നമോ നമസ്തേ രാമ ആത്മാരാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ. ദേവലോകത്തിന് പോവാൻ അനുഗ്രഹിക്കണം ദേവദേവേശ. പുനരൊന്ന് അപേക്ഷിച്ചിടുന്നേ നിന്മകാം മായാദേവി എന്നെ മോഹിപ്പിച്ചിടായിക. അംബുജാവിലോചനാസന്ത നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാക്കിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്ന് കൊടുത്തു വരങ്ങളും. മുക്തൻ എന്നെ കണ്ടു കിട്ടുകയില്ല. എന്നെ ഭക്തിയുണ്ടായാൽ ഉടൻ മുക്തി ലഭിച്ചിടും. രാമനോട് അനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പൊക്കാനിക്കഥ ചൊല്ലി സ്തുതിച്ചിടിനാം. പുരുഷന് ദുഷ്കൃതം അകന്ന് മോക്ഷത്തെയും പ്രാപിച്ചേടാം. ശ്രീരാമഭദ്രാനന്ദപരമ സദ്ഗുരവീം നമഃ. ആരണ്യകാണ്ഡം ശരഭംഗമന്ദിര പ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകീതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം ബുക്കാർ. സാക്ഷാൽ ഈശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ട് വീക്ഷ്യാതാവസവരൻ പൂജിച്ചു ഭക്തിയോടെ. കന്ദഭക്വാദികളാൽ ആദിത്യം ചെയ്തു ചിത്താനന്ദം ഉൾക്കൊണ്ടു ശരഭംഗനും അരുൾ ചെയ്തു. ഞാൻ അനേകം നാളുണ്ട് വർത്തിരിക്കുന്നതത്ര ജാനകിയോടും നിന്നെ കാണുന്നു. ആശയാലേ ആർജവാ ബുദ്ധ്യാചിരം ദവസാവികതരം ആർജിച്ചേനല്ലോ പുണ്യം ഇന്നു ഞാൻ. അവയെല്ലാം മർത്യനായി പിറന്നോരു നിനക്ക് തന്നീടിനേൻ അദ്യ ഞാൻ മോക്ഷത്തിനായി ദ്വേഗം കൊണ്ടേനല്ലോ. നിന്നെയും കണ്ടു അവ പുണ്യവും നിങ്കലാക്കി എന്നെ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാൻ ഇരുന്നിതു. ബന്ധവും അറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാൻ തപോധനൻ യോഗേശനായ രാമൻ തൻപദം വണങ്ങി ഞാൻ ചിന്തിച്ചിടുന്നേൻ. അന്തസന്തതം ചരാചര ജന്തുക്കളന്തർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദൂർവാദളശ്യാമളം അംബോജാക്ഷം ധീരവാസസം
ജഡാമകുടം ധനുർധരം സൗമിത്രീ സേവ്യം ജനകാത്മജാസമന്വിതം സൗമുഖ്യമനോഹരം കാരുണരത്നാകരം കുണ്ടഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചും ലോകേശപദം പ്രാപിച്ചിടിനന്തബോധനൻ ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിന പാകശാസനം പദാംബോജം വണങ്ങിന മൈഥില്യ സൗമിത്രിണ താപസഗതി കണ്ടു കൗസല്യാതനേനും കൗതുകം ഉണ്ടായി വന്നു തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരി മുഖ്യന്മാരും ഒക്കെ പോയി സ്വർഗം ബുക്കാർ. മുനിമണ്ഡല സമാഗമം. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നത് കേട്ടു ചണ്ഡകേതി കുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാണാനായി വന്നേടിന രാമലക്ഷ്മണന്മാരും ജാനകി ദേവിതാനും മാമുനിമാരെ വീണ് നമസ്കാരവും ചെയ്താസന്മാരും ആശീർവാദം ചെയ്ത് അവരോട ഭോഗാനന്ദ വിവശന്മാരായി അരുൾ ചെയ്ത നിന്നുടെ തത്വം ഞങ്ങൾ ഇങ്ങറിഞ്ഞിരിക്കുന്നു. വന്ന ഗോത്തമതൽപ്പേ വള്ളി കൊള്ളുന്ന ഭവാൻ ധാതാവ് അർത്തിക്യമൂലം ഭൂഭാരം കളവാനായും ജാതനായി ഭൂമി മാർത്താണ്ഡകുലത്തിങ്കിൽ ലക്ഷ്മണനാകുന്നതും ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരത ശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിജ്ഞാനികളും സങ്കടം ഞങ്ങൾക്ക് തീർത്തിടുവാൻ എന്നു നൂനം നാനാതാപസകുലസേവിത ആശ്രമസ്ഥലം കാനനം കാണാൻ ആശു നീ കൂടെ പോന്നിടണം ജാനകിയോട് സുമിത്രാത്മജനോടും കൂടി മാനസിക കാരുണ്യം ഉണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടും കൂടി ചെന്നവർ ഓരോരോ മുനിവർണ്ണശാലകൾ കണ്ടാർ. അന്നേരം തലയോടും എല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ട് രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവും എല്ലാം അത്രയോ മൂലം എന്തോന്നും ഇത്രയുണ്ടാവാനോ തദ്വാക്യം കേട്ടു ചെന്നാത്താവസാജനം രാമഭദ്ര നീ കേൾക്കാം മുനിസത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേശം അസ്ഥിവ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്ത വിധം കാരുണ്യപരവശം ചിത്തനായ ഒരു കാരുണ്യപരവശിത്തനായ ഒരു പുരുഷോത്തമൻ അരുൾ ചെയ്തു നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്ന് നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തമോ നിഷ്ഠയെ വസിക്കാ സന്തുഷ്ടിയാതാപ്സകുലം ഇഷ്ടിയും ചെയ്തു നിത്യം സത്യവിക്രമൻ ഇതീ സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനനായി വനവാസികളാൽ തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ വൃദ്ധി നന്ദിനിയോടും വനജനോടും കൂടി സംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞതും വത്സരോ ത്രയോദശമക്കാലം കാണായി വന്നു. ഓം രാമായ നമഃ.